പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറണ്ട് അഫയേഴ്സാണ്. ഒന്നാമത്തത്, 2025 മാർച്ചിൽ ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത്. 2025 മാർച്ചിൽ ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത്. ഈ സ്ഥാനം വഹിച്ചിരുന്ന തുഹിൻ കാന്ത പാണ്ഡെ സെബി ചെയർപേഴ്സണായി ചുമതലയേറ്റതിനെ തുടർന്നാണ് പുതിയ നിയമനം. അപ്പോൾ ഇതിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യനും കൂടിയും കിട്ടുന്നുണ്ട്. സെബി ചെയർപേഴ്സൺ ആരാന്ന് വെച്ചാൽ തുഹിൻ കാന്ത പാണ്ഡെയാണ്. ധനകാര്യ സെക്രട്ടറി, ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറി അജയ് സേത്താണ്. അടുത്തത്, 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. ബെലറൂസ് പ്രസിഡന്റായി 7ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുതുക്കിയ വേതന നിരക്ക് പ്രകാരം കേരളത്തിലെ വേതനം 369 രൂപയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മിക്ക ക്വസ്റ്റ്യനുകളിലും വേതന നിരക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ പുതുക്കിയ നിരക്ക് ഏതാണ്? 369. ഹരിയാനയാണ് വേതനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം, 400 രൂപ. അതും ചോദിക്കാം കേട്ടോ. ഇനി അടുത്തത്, 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത് ഹരിയാന. 34 സ്വർണം, 39 വെള്ളി, 31 വെങ്കലം. 13ാം സ്ഥാനത്താണ് കേരളം, 3 സ്വർണം, 4 വെള്ളി, 5 വെങ്കലം. അടുത്തത്, 2025 മാർച്ചിൽ ഭൂകമ്പം ബാധിച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ. അടുത്തത്, കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. പ്രചണ്ഡ് ലഘു യുദ്ധ ഹെലികോപ്റ്റർ വികസിപ്പിച്ചത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. അടുത്തത്, പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് 2025 പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരം 1993 മുതൽ 2022 കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യം ആണ് ഡൊമിനിക്ക. ഒന്നുകൂടി വായിക്കാം. പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് 2025 പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരം 1993 മുതൽ 2022 കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യമാണ് ഡൊമിനിക്ക. ഡൊമിനിക്ക എന്നത് കരീബിയൻ കടലിലെ ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രമാണ്. ഇന്ത്യ 6ാം സ്ഥാനത്താണ്. പ്രകൃതി ദുരന്തങ്ങളിലെ 6ാം സ്ഥാനത്താണ് ഇന്ത്യ. അടുത്തത്, ഇലോൺ മസ്കിൻ്റെ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് ഗോക് 3. ഇലോൺ മസ്കിൻ്റെ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് ഗോക് 3. 2025 ദേശീയ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് നേടിയത് പങ്കജ് അദ്വാനി. ഇന്ത്യയിൽ ആദ്യമായി ബയോബാങ്ക് നിലയിൽ വന്ന മൃഗശാല ഡാർജിലിംഗ്. പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് എന്നാണ് യഥാർത്ഥ പേര്. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ബയോബാങ്ക് നിലയിൽ വന്ന മൃഗശാല എന്താണ്? ഡാർജിലിംഗിലെ പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്. അടുത്തത്, ശുചിത്വ തൊഴിലാളികളുടെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുന്നതിന് ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആരംഭിച്ച ഏത് കമ്മീഷന്റെ കാലാവധിയാണ് 3 വർഷത്തേക്ക് കൂടി നീട്ടിയത്? ശുചിത്വ തൊഴിലാളികളുടെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുന്നതിന് ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആരംഭിച്ച ഏത് കമ്മീഷന്റെ കാലാവധിയാണ് 3 വർഷത്തേക്ക് കൂടി നീട്ടിയത്? ഏതാണ്? സഫായി കർമ്മചാരി കമ്മീഷൻ. സഫായി കർമ്മചാരി കമ്മീഷൻ്റെയാണ് 3 വർഷത്തേക്ക് കൂടി നീട്ടിയത്. 1993 നാഷണൽ കമ്മീഷൻ ഫോർ സഫായി കർമ്മചാരീസ് ആക്ട് പ്രകാരമാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി കമ്മീഷൻ നിയമിച്ചത്. അടുത്തത്, BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് മനു ഭാസ്കറാണ്.
BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആയിട്ട് 2024 ഇയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മനു ഭാസ്കറാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ ഇന്ത്യക്കായി 2 വെങ്കല മെഡൽ നേടി. അടുത്തത് രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ ആദ്യ കേരള താരം ആരാണ്? മുഹമ്മദ് അസഹറുദ്ദീൻ. ഗുജറാത്തിനെതിരെയുള്ള മത്സരത്തിലാണ് നേട്ടം. ഗുജറാത്തിനെതിരെയുള്ള മത്സരത്തിലാണ് നേട്ടം. അടുത്ത ക്വസ്റ്റ്യനാണ് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി. അത് ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ വിട്ടുപോയതാണ്. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ്. 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ്. 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ 1ാമത്തെ ആരാണ്? സുഷമ സ്വരാജ്. 2ാമത്തെ ഷീല ദീക്ഷിത്. 3ാമത്തത് അതിഷി. 4ാമത്തത് രേഖ ഗുപ്ത. ഇതോടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത കറണ്ട് അഫയേഴ്സുമായിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.